ഇപ്പോൾ ആലപ്പുഴയിൽ മുൻ മന്ത്രിയും CPM നേതാവുമായിരുന്ന ജി സുധാകരൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര ജനകീയ സ്ഥാനാർത്ഥി അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്നു. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, UDF പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ ജി സുധാകരൻ കടന്നു വരുന്നത് കണ്ടു. ആരൊക്കെയാണ് പ്രമുഖ നേതാക്കൾ? മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരൊക്കെ ജി സുധാകരനൊപ്പമുണ്ട്? ജില്ലയിലടക്കം UDFന്റെ ജില്ലാ കൺവീനർ അടക്കമാണ് നിലവിൽ ജി സുധാകരനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർക്ക് മുമ്പാകെയാണ് സുധാകരൻ പത്രിക സമർപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നിന്ന് കാൽനട അത് പ്രകടനമായി കോൺഗ്രസ് UDF പ്രവർത്തകർക്കൊപ്പം കളക്ടറേറ്റിലെത്തി. ഈ വഴി നീളെ അദ്ദേഹത്തിനെ കാണാനായി നിരവധി ആളുകൾ ഒപ്പമുണ്ടായിരുന്നു. UDF പിന്തുണയ്ക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയ പ്രതികരണങ്ങളിലും ഒപ്പം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കണമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നല്ല, UDF പിന്തുണയുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയണം എന്നാണ് ജി സുധാകരൻ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഭരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടറുടെ മുറിയിലേക്ക് സുധാകരൻ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കയറിയിട്ടുണ്ട്. ഈ അല്പസമയം മുമ്പ് LDF സ്ഥാനാർത്ഥി അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തിരികെ മടങ്ങുമ്പോഴാണ് ജി സുധാകരന്റെ വരവ്. ഇരു സ്ഥാനാർത്ഥികളും മുഖാമുഖം എത്തി. വലിയ പരിചയം കാണിക്കാതെ എങ്കിൽ ഷൈക്കാൻഡ് കൊടുത്താണ് ഇരുവരും കളക്ടറേറ്റിലെ വരാന്തയിലൂടെ നടന്നു നീങ്ങിയത്. എന്തായാലും അങ്ങനെ ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ജി സുധാകരൻ പാർട്ടി വിട്ടതിന് ശേഷം ആദ്യമായാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി കൗതുകമാണ്. എന്തായാലും സലാം പത്രിക സമർപ്പിച്ച് മടങ്ങി. ഇപ്പോൾ ഇതാ ജി സുധാകരൻ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗൂഗിൾ അശ്വിൻ, മുഖാമുഖം കാണുമ്പോൾ കൈകൊടുത്ത് പിരിയുന്നു, അല്ലെങ്കിൽ കൈകൊടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിമതൻ, പാർട്ടി നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾക്കെതിരെ ആലപ്പുഴയിലെ CPM നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൽ സലാമിനെ പരാജയപ്പെടുത്തുക, അവിടെ അമ്പലപ്പുഴയിൽ ജയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഇപ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളിലൊക്കെയും വ്യക്തവുമാണ്. നേരിട്ട് പ്രചാരണത്തിന് അല്ലെങ്കിൽ ചുവരെഴുത്തിനൊന്നും നേതൃത്വം കൊടുക്കില്ല, അല്ലെങ്കിൽ അതിന് പണം മുടക്കില്ല എന്ന് പറയുമ്പോൾ പോലും UDF പ്രവർത്തകർ അതെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഗൂഗിൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. UDF പിന്തുണ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ഇലക്ഷൻ കമ്മിറ്റി, ഒരു വാർഡ് കമ്മിറ്റി പോലും ഇല്ല എന്ന് പറയുന്നു. അതൊക്കെ എന്റെ സംഘാടകരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ UDF ആണ് തന്റെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് തന്റെ സംഘാടകരെന്ന് പേരെടുത്ത് പറയാൻ ജി സുധാകരൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് UDF പിന്തുണയോടുകൂടിയാണെങ്കിൽ പോലും സ്വതന്ത്ര വോട്ടുകൾ, അതായത് നിഷ്പക്ഷരായ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ വാക്കും അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സലാം എന്ന എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി, അത് കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ്. പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് സലാമിനെതിരായ ഒരു മത്സരമായാണ് ഇതിനെ കാണേണ്ടതെന്ന് മുൻ പ്രതികരണങ്ങളിലെല്ലാം ജി സുധാകരന്റെ മുൻ പ്രതികരണങ്ങളിലെല്ലാം വ്യക്തമാണ്. എന്തായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഈ പത്രികാ സമർപ്പണത്തോടു കൂടി ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ കളമൊരുങ്ങുക. ജി സുധാകരൻ പാർട്ടി പോര് എന്നത് അക്ഷരാർത്ഥത്തിൽ ഇനി യാഥാർത്ഥ്യമാകുന്ന നാളുകളായിരിക്കും ഉണ്ടാവുക. വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് പ്രചരണത്തിനുള്ളതെങ്കിൽ പോലും അത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റേതായി അമ്പലപ്പുഴയിൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഇന്നു മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വൈകുന്നേരം 3 മണിക്ക് ഒരു റോഡ് ഷോ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉറ്റുനോക്കപ്പെടുന്ന കാര്യം. അത് UDFന്റെ പ്രവർത്തകർ കൂടി വലിയ റോഡ് ഷോ ആയി തീരദേശ റോഡ് ഷോ എന്ന പേരിൽ നടത്തുകയാണ്. ആലപ്പുഴയുടെ തീരദേശത്ത് കൂടിയായിരിക്കും ആ റോഡ് ഷോ മുന്നോട്ട് പോവുക. ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക നൽകാനായി വരുന്ന സമയത്ത് UDF പിന്തുണയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും UDFന്റെ പതാകകളോ അല്ലെങ്കിൽ UDFലെ മുന്നണികളുടെ ഏതെങ്കിലും കക്ഷികളുടെ കൊടികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ത്രിവർണ്ണ ഷാൾ അണിയിച്ചെങ്കിലും അത് ഊരിമാറ്റി പിറകിലേക്ക് നൽകുകയായിരുന്നു. അത് കഴുത്തിൽ ഇട്ട് തുടരാൻ ജി സുധാകരൻ തയ്യാറായില്ല. ഒരു മുല്ലപ്പൂമാല മാത്രമാണ് അദ്ദേഹം കഴുത്തിൽ ഇട്ട്, അത് ഇപ്പോഴും കളക്ടറേറ്റിൽ എത്തുന്നതുവരെ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്നത്. ത്രിവർണ്ണ ഷാൾ മടക്കി നൽകുകയും ചെയ്തു. എന്തായാലും UDF ക്യാമ്പിൽ അദ്ദേഹം ആവേശഭരിതനാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമാണ്. ചിരിയോടുകൂടി ആളുകളെ അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം നടന്നത്. ഏകദേശം 200 മീറ്ററോളം ഈ നടക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിന്റെ ആരോഗ്യാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും കാലിനുള്ളിൽ
പൂവടക്കം വെച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ വെയിലത്ത് UDF പ്രവർത്തകർക്കൊപ്പം അങ്ങേയറ്റം ആവേശത്തിൽ തന്നെയാണ് ജി സുധാകരൻ കളക്ട്രേറ്റിലേക്ക് എത്തിയത്. എന്തായാലും ആ ആവേശം തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളിലടക്കം രാഷ്ട്രീയ പ്രതികരണങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശേഷം ഉണ്ടാകും. തീർച്ചയായും അന്നത്തെ ആ വീഴ്ചയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനുണ്ടെങ്കിൽ പോലും ജി സുധാകരൻ UDF പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും അങ്ങനെ ചുറ്റും കൂടുമ്പോൾ പുതിയൊരാവേശം കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ജനകീയ സ്വതന്ത്രൻ എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോൾ പോലും ഏതെങ്കിലും ഒരു കൊടി തൻ്റെ റോഡ് ഷോയിൽ അല്ലെങ്കിൽ തൻ്റെ ആ കാൽനട ജാഥയ്ക്കകത്തിൽ ഉൾപ്പെടുത്താതെ ജാഗ്രത പുലർത്തുമ്പോൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്നത് KPCC നേതാവ് കൂടിയായ A ഷുക്കൂറാണ്. UDF ജില്ലാ കൺവീനർ തന്നെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ ജി സുധാകരനൊപ്പമുണ്ട്. കൂടുതലിടങ്ങളിലെ പത്രികാ സമർപ്പണത്തിന്റെ വിശേഷങ്ങളൊപ്പം വാക്പോര്, പൊളിറ്റിക്കൽ വാക്പോര് തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.